നമ്മളിന്ന് സ്വാട്ട് പില്ലിയൻ 401 ഓടിക്കാൻ വന്നപ്പോൾ കണ്ട ഒരു മോട്ടോർ സൈക്കിളാണ് ദ വിഡ് പില്ലിയൻ 250. ഇത് ഓടിക്കാൻ പറ്റിയില്ല, പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചത്. കാരണം ഈ മോട്ടോർ സൈക്കിൾ പണ്ടത്തെ വേർഷൻ്റെ ജനറേഷൻ 1 എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിരുന്നു. ആ കഫേ റേസറായിരുന്നു. പക്ഷേ ഇതിപ്പോൾ മാറ്റി ഇതിൻ്റെ സ്റ്റാൻഡ്സിൽ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ പുറമേ നോക്കുവാണെങ്കിൽ സ്വാട്ട് പില്ലിയനും വിഡ് പില്ലിയനും വലിയ രൂപമാറ്റം വന്നിട്ട് ഇത് വൈറ്റ് കളറിൽ അവൈലബിൾ ആയിട്ടുള്ള സ്വാട്ട് പില്ലിയൻ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കളറിൽ അവൈലബിൾ ആയിട്ടുള്ള. പക്ഷേ ഇത് നോക്ക്, ഈ 250 ജനറേഷൻ 1 നിന്ന് ഈ ജനറേഷൻ 2 കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കേട്ടോ. കാണാൻ എങ്ങനെയുണ്ട്, സംഭവം എങ്ങനെയുണ്ട്, ഇതിൻ്റെ പ്രത്യേകത ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ ഫസ്റ്റ് തന്നെ ഇതേ ഫ്രണ്ടിൽ നിന്ന് നോക്കി കാണാൻ പറ്റും ഒരു റൗണ്ട് LED ഹെഡ് ലാമ്പാണ് കൊടുത്തിരിക്കുന്ന. അപ്സൈഡ് ഡൗൺ ഫോക്സ് ആണ്, പഴയ അപ്സൈഡ് ഡൗൺ ഫോക്സ് ആണ്. 320mm ഡിസ്ക് റോട്ടറാണ് കൊടുത്തിരിക്കുന്നത്. വിഡ് പില്ലിൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. സ്വാട്ട് പില്ലിന് സ്പോക്ക് വീൽസാണ് വന്നിരിക്കുന്നത്. ഇതിന് നോർമൽ സ്പോക്ക് വീൽസാണ് വന്നിരിക്കുന്നത്. 1 2 3 4 5 6 സ്പോക്ക് വീൽസാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. സിൻഡേർഡ് ബ്രേക്ക് പാഡ്സാണ് പ്രൊവൈഡ് ചെയ്യുക. കേർവ്ഡ് റേഡിയേറ്റർ, വൺ സൈഡ് മാത്രമേ ഫാനുള്ളൂ, ഇവിടെ അല്ല ഫാനിൽ, അപ്പുറത്തെ സൈഡ് മാത്രമാണ് ഫാൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും വലിയ ചേഞ്ച് എഞ്ചിനിലാണ് വന്നിരിക്കുന്നത്. 249.07 cc ആക്കിയിട്ടുണ്ട്. 31 ഹോഴ്സ് പവർ 25 Nm ഓഫ് ടോക്കാണ് ഈ എഞ്ചിൻ പ്രൊഡക്ഷൻ ചെയ്തത്. 1 ഹോഴ്സ് പവർ ആൻഡ് 1 Nm ഓഫ് ടോക്ക് മോർ ദാൻ ദ പ്രീവിയസ് ജനറേഷൻ വിഡ് പില്ലിനാട്ടോ. അണ്ടർ വലിയ എക്സോസ്റ്റാണ് കൊടുത്തിരിക്കുക. പുതിയ ജനറേഷൻ ഡ്യൂക്ക് 250യുടെ സെയിം സെറ്റപ്പിലാണ് കൊടുത്തിരിക്കുക. കണ്ട കൂളൻ റിസർവോയർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ RR യൂണിറ്റ് റെക്ടിഫയറാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ടാണ് വെച്ചിരിക്കുക. പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാൻ പോസിബിൾ ആയത് കാസ്ട്രോ പവർ 1ൻ്റെ സപ്പോർട്ട് കൊണ്ടാണ്. നിങ്ങളുടെ മോട്ടോർ സൈക്കിൾ ഓവർ ഹീറ്റിംഗ് അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ, കുറച്ചുകൂടി വാം ആയിട്ട് റൺ ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡു ട്രൈ കാസ്ട്രോ പവർ 1ൻ്റെ അൾട്ടിമേറ്റ് സൂപ്പർ ബൈക്ക് എഞ്ചിൻ ഓയിലാണ്. ഫുള്ളി സിന്തറ്റിക്, അവരുടെ ഹൈ ആൻഡ് ഫ്ലാഗ്ഷിപ്പ് ഓയിലാണ്. 1275 രൂപ മാത്രമേ ഉള്ളൂ. വൺ ഓഫ് ദ മോസ്റ്റ് അഫോർഡബിൾ ഫുള്ളി സിന്തറ്റിക് ഓയിലാണ്. ഗുഡ് പെർഫോമർ കൂടിയ നമ്മുടെ എല്ലാ മോട്ടോർ സൈക്കിൾ റേസ് ബിൽഡ്സിലൊക്കെ യൂസ് ചെയ്യുന്ന ഓൺ ദിസ് മോട്ടോർ ഫോർ ദ പാസ്റ്റ് 20,000 കിലോമീറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന കാസ്ട്രോ പവർ 1 അൾട്ടിമേറ്റ് ആണ് കേട്ടോ. നമ്മുടെ ചാനൽ സ്പോൺസറാണ്. മാത്രമല്ല പുതിയ 5-in-1 ഫോമിലേക്ക് കൊടുത്തിരിക്കുന്നത്. ബെറ്റർ ആയിട്ടുള്ള കൂളിംഗ്, ബെറ്റർ ഹീറ്റ് ഡിസിപ്പേഷൻ, അതേപോലെ ബെറ്റർ പെർഫോമൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓയിൽ കൂടിയാണ്. സോ താങ്ക് യു കാസ്ട്രോ ഫോർ ദ സപ്പോർട്ട്. ആൻഡ് നിങ്ങളൊരു പുതിയ എഞ്ചിൻ ഓയിൽ തപ്പുന്നുണ്ടെങ്കിൽ ഡു ട്രൈ ദ കാസ്ട്രോ പവർ 1 അൾട്ടിമേറ്റ്. അടിപൊളി എഞ്ചിൻ ഓയിലാണ്. മാത്രമല്ല ഗുഡ് എക്സ്പീരിയൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഈ ഡിസൈൻ ലാംഗ്വേജ് നിങ്ങൾ നോക്ക്, എന്ത് അടിപൊളിയായിട്ടാണ് കൊടുത്തിരിക്കുക. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനാണ് പഴയ വിഡ് പില്ലിൻ. കമ്പയർഡ് ടു ദിസ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഇപ്പോഴും പഴയ ജനറേഷൻ ആ വിഡ് പില്ലിനാട്ടോ. ഒരു രക്ഷയില്ലാത്ത ലുക്കാണ്. ഇത് കുറച്ചുകൂടി ബിഗ്ഗറാക്കി. കാരണം ഓഡിയൻസിൻ്റെ കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് എടുത്തപ്പോൾ ആൾക്കാർ വിഡ് പില്ലിൻ മേടിക്കാത്ത അല്ലെങ്കിൽ ഹുസ്ക്വാന മേടിക്കാത്ത കാരണം എന്ന് പറഞ്ഞാൽ അത് നവി പോലെ ഇരിക്കുന്നു. ഭയങ്കര മിനി ചെറിയ വണ്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് മിക്കവരും അത് മേടിക്കാണ്ട് പോയി. പക്ഷേ ഇതിപ്പോൾ നോക്ക് 20% ബിഗ്ഗറാക്കി. പഴയ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ പഴയ ഓണേഴ്സ് ഫേസ് ചെയ്ത ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇതിന് ചെറിയ ടാങ്കായിരുന്നു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ടാങ്ക് കപ്പാസിറ്റിയും കൂട്ടിയിട്ടുണ്ട്. 13.5 ലിറ്റർ ടാങ്ക് കൊടുത്തിട്ടുണ്ട്. പണ്ട് 9.5 ആയിരുന്നു. 4 ലിറ്റർ അവിടെ തന്നെ കൂട്ടിയിട്ടുണ്ട്. പഴയ പ്രശ്നം ഉണ്ടായത് പറഞ്ഞാൽ സീറ്റ് ഭയങ്കര ചെറിയ നാരോ സീറ്റാണ് കൊടുത്തത്. അപ്പോൾ പില്ലിയന് പ്രോപ്പർ സീറ്റിലെന്നുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. അത് റെക്ടിഫൈ ചെയ്ത് ഒരു വലിയ സീറ്റാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. പക്ഷേ പില്ലിയൻ കംഫർട്ട് വലിയ മാത്രമൊന്നുമില്ല കേട്ടോ. അതേപോലെ മാറ്റിക്കുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ സ്വിങ്ങാം നോക്കും. ഒരു ബനാന മോട്ടോ GP ഇൻസ്പയർഡ് സ്വിങ്ങാം പുതിയ ഡ്യൂക്ക് 250ലും അതേപോലെ ഡ്യൂക്ക് 390ലും വന്ന സ്വിങ്ങാമ ഇതിലും കൊടുത്തിരിക്കുക. പുതിയ 240mm ഡിസ്ക് റോട്ടറ ബാക്കി കൊടുത്തിരിക്കുന്ന സംഭവമൊക്കെ കൊള്ളാട്ടോ. ആ പുതിയ കളർ ഹുസ്ക്വാനയുടെ ബ്രാൻഡിങ് ഒക്കെ കണ്ടില്ലേ. പക്ഷേ ഈ വിഡ് പില്ലിനിൽ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റിയർ ടയർ ഹഗ്ഗറ. അതാണ് ഞാൻ എൻ്റെ ഡ്യൂക്ക് 390 വരെ എടുത്ത് വെച്ചിരിക്കുന്നത്. അടിപൊളി യൂണിറ്റാണ്. ഭയങ്കര മിനിമലിസ്റ്റിക്കാണ്. എപ്പോഴും ഈ ഹുസ്ക്വാന വിഡ് പില്ലിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മിനിമലിസ്റ്റിക് പ്രോഗ്രസീവ് ഡിസൈനാണ്. പക്ഷേ അവർ കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് ചെയ്തിട്ട് അത് മിനിമലിസ്റ്റിക് ആണെങ്കിൽ ഭയങ്കരമായിട്ട് ചെളി തീർക്കുമായത്. അപ്പോൾ അത് വരാണ്ടിരിക്കുക. പിന്നെ റിയർ സെക്ഷൻ എക്സ്റ്റെൻഡ് ചെയ്തേക്കാൻ കണ്ടില്ലേ. ആ മഡ് ഫ്ലാപ്പ് സെക്ഷൻ കണ്ടില്ലേ. അത് മാത്രം കുറച്ച് എന്തോ എടുത്ത് നിൽക്കുന്ന പോലെ. പക്ഷേ അത് ഇവിടെ നിന്ന് റിമൂവ് ചെയ്ത് മാറ്റാൻ പറ്റുമെന്നാണ് കേട്ടോ തോന്നുന്ന സെറ്റപ്പൊക്കെ കണ്ടിട്ട്. യെസ്, ഇവിടെ നിന്ന് 2 ബോൾട്ട് ഊരാൻ ഇത് ഊരിയെടുക്കാനുള്ള സെറ്റപ്പിലാണ് കൊടുത്തത്. ജസ്റ്റ് ഇവിടുത്തെ നിയമങ്ങളൊക്കെ പാസ്സാകാൻ വേണ്ടി മാത്രം കൊടുത്തേക്കുന്നത് ഒരു മഡ് ഫ്ലാപ്പ്. അത് ഊരിക്കളഞ്ഞു കഴിഞ്ഞാൽ റിയർ സെക്ഷൻ ഭയങ്കര ക്ലീനായി വരും കേട്ടോ. ഇതിൻ്റെ ലുക്സ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഹുസ്ക്വാനയുടെ ഒരു ഫാൻ തന്നെയാണ് ഞാൻ. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടയേഴ്സ് എന്ന് പറഞ്ഞാൽ MRF Rev C ടയേഴ്സ്. അത്ര അടിപൊളി ടയേഴ്സ് ഒന്നുമല്ല, പക്ഷേ ഫോർ ദ പ്രൈസ് ഇത് ഡീസൻറ്റ് ടയേഴ്സാണ്. ഇതിൻ്റെ പ്രൈസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ഡ്യൂക്ക് 250നെ കാട്ടി അഫോർഡബിൾ പ്രൈസിങ്ങിലാണ് വന്നിരിക്കുന്നത്. പഴയ ജനറേഷൻ വിഡ് പില്ലിനെ കാട്ടി 5,000 rupees മോർ അഫോർഡബിൾ ആയിട്ടാണ് ഈ മോട്ടോർ സൈക്കിൾ വന്നിരിക്കുന്നത്. 2,19,000 ഈ വണ്ടി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഡ്യൂക്ക് 250 വെച്ച് നോക്കുമ്പോഴേക്ക് 20,000 rupees മോർ അഫോർഡബിളായി. ഇത് സ്പീഡ് 400നെ കാട്ടി അഫോർഡബിൾ ആയിട്ടുള്ള 250 ആണ് കേട്ടോ.
ഹുസ്ക്വാന ബ്രാൻഡിങ് മാത്രമല്ല സീറ്റായിട്ട് നോക്കും. പണ്ട് ഇതിന് 842 mm സീറ്റായിട്ട്, ഇതിപ്പോൾ 820 ആക്കി. 22 mm സീറ്റായിട്ട് കുറച്ചിരിക്കുന്നത്. ഇതിപ്പോൾ കുറച്ചുകൂടി പേർക്ക് ഈസിലി ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ 5'8" ഇതിപ്പോൾ കണ്ടില്ലേ സെറ്റപ്പ് നോക്ക്. ഞാൻ എനിക്ക് കുറച്ചുകൂടി ഒരു ബെൻഡ് നീ ആയിട്ടാണ് ഇത് ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റുക. കുറച്ചുകൂടി ഈസിയറായിട്ട് എനിക്ക് ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ സെക്ഷൻ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചേഞ്ച് വന്നിരിക്കുന്നത് പഴയ ഹുസ്ക്വാനസൊക്കെ ഒരു റൗണ്ട് LCD ആണ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നോക്ക് ഒരു 5 ഇഞ്ച് LCD ഡിസ്പ്ലേ കൊടുത്തു. ഡ്യൂക്ക് 250 അതേ ഡിസ്പ്ലേ ആണോ കൊടുത്തിരിക്കുന്നത്. ഹാൻഡിൽ ബാർ, അതെ ഹാൻഡിൽ ബാർ വന്നു കഴിഞ്ഞു വിഡ്പിലിന്. പഴയ വിഡ്പിൽ എന്ന് പറഞ്ഞാൽ കഫേ റേസ് ഇങ്ങനെ വേണം ഇന്ന് ഓടിക്കുക. ഇതിപ്പോൾ കുറച്ചും കൂടി അപ്രൈറ്റായിട്ട് ഇത് ഓടിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്രൈറ്റ് ആണെങ്കിലും ഇതിൻ്റെ റിയർ സെറ്റ് ഫുഡ് പെക്കാണ് കൊടുത്തിരിക്കുന്നത്. നല്ല അഗ്രസീവായിട്ടുള്ള സ്റ്റാൻസിലാണ് ഇതിൻ്റെ ഫുഡ് പെക്ക് കൊടുത്തേക്കണ്ടില്ല. എത്ര ബാക്കിലോട്ടാണ് ഈ കാല് വെച്ചേക്കുന്നതെന്ന് നോക്ക്. പിന്നെ എല്ലാം പ്രീമിയം സ്വിച്ച് ഗിയേഴ്സൊക്കെ ആയിട്ടാണ് കൊടുത്തത്. ഇതിൻ്റെ സ്വിച്ച് ക്യൂബ്സൊക്കെ കണ്ടില്ല, എല്ലാം മാറ്റിയതിൻ്റെ പ്രീമിയംനെസ്സാണ്. പുതിയ ഡ്യൂക്ക് 250 എല്ലാ സംഭവം ഇതിലോട്ടും കൊണ്ടുവന്നുണ്ട്. നല്ല അടിപൊളി വിസിബിലിറ്റിയുള്ള LED ഹെഡ്ലൈറ്റും കൂടിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. സോ ഗൈസ്, ഈ വണ്ടി ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഒരു വാക്ക് റൗണ്ട്, എന്തൊക്കെ മാറ്റങ്ങൾ, എത്രത്തോളം പ്രൈസ് ചേഞ്ച് ഒക്കെ വന്നിട്ടുണ്ട്. ഇതൊരു നല്ലൊരു ഡീലാണ് ഇപ്പോൾ ഈ വണ്ടി വന്നിരിക്കുന്നത്. ഇതിന്ന് ഞാൻ ഓടിച്ചില്ല. ഇത് ഡെഫിനറ്റായിട്ട് നമുക്കൊരു ലോങ് റൈഡ് കൊണ്ട് റിവ്യൂ കൂടി ചെയ്യാം. നമുക്കൊന്ന് ട്രാക്കിലും കൊണ്ട് ഓടിച്ചു. എന്നാൽ പഴയ വിഡ്പിലും ഞാൻ റേസ് ട്രാക്കിലൊക്കെ ഓടിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മോട്ടോർ സൈക്കിൾ. ആ ക്ലിപ്പ് ഓൺ ഹാൻഡ് ബാർ, ആ റിയർ സെറ്റ് ഫുഡ് പെഗ്സ്, അഗ്രസീവ്നെസ് ആയിരുന്നു വണ്ടിക്ക്. പക്ഷേ ഇതിപ്പോൾ അതിൻ്റെ ക്യാരക്ടർ കുറച്ച് നഷ്ടപ്പെട്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? ഡു ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ ഡൗൺ ബിലോ. അപ്പോൾ അടുത്ത വീഡിയോ കാണട്ടോ.